ഈ ചർച്ചകളെല്ലാം ഇനിയും നടക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന വിഷയമായി ഉന്നയിച്ചിരുന്നത് ഹൈസ്കൂളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന UP സ്കൂളുകൾ. അപ്പം ഹൈസ്കൂളുകൾക്ക് മാത്രമാണ് ഈ സമയമാറ്റം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പ്രവർത്തനത്തിൽ ഒരു ചെറിയ പ്രശ്നം വരും. എല്ലാ രീതിയിലും അവതാളത്തിലാവും കാര്യങ്ങൾ. കുട്ടികളെ പിക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇല്ലെങ്കിൽ ആ കാരണങ്ങൾ പോലും ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥ നേരത്തെ രംഗത്തെത്തിയിരുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഏതു തരത്തിലായിരിക്കും ക്രമീകരിക്കുക, അതെങ്ങനെയായിരിക്കും ബോധ്യപ്പെടുത്തുക? സ്വാഭാവികമായും ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ പറയുന്നത് പോലെ ഉണ്ടാകും. കാരണം ഒരു വീട്ടിൽ നിന്ന് UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടി, അവൾ ഇത്രയും നാൾ ഒരുമിച്ച് പോന്നിട്ടിരുന്ന കുട്ടികൾ അവർക്ക് രണ്ട് സമയമായി കഴിയുമ്പോൾ സ്വാഭാവികമായി പറയുന്നത് പോലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് എല്ലാം പറയുമ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതിൻ്റെ സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കൂടെ പഠനത്തിനും അവരുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായി പറയുന്ന പോലെ അത്തരം ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയുകയും ചെയ്യുന്നത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, കാര്യങ്ങളുണ്ടാവാം. പക്ഷേ സർക്കാർ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ളൊരു നിലപാട് എന്ന നിലയിൽ അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സമയം കിട്ടുന്ന നിലപാടിലോട്ടാണ് സർക്കാർ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും മറ്റൊരു കാര്യം കൂടി പറയാൻ സാധിക്കും, ഞങ്ങൾ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിൽ നിന്നൊരു സർക്കാർ ഒരു പിന്നോട്ട് പോക്കില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അരമണിക്കൂർ എന്ന് പറയുന്നത് തീർച്ചയായും ഉണ്ടാവും. ഇനി കാര്യങ്ങൾ ഈ സമസ്ത ഉൾപ്പെടെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് പരമാവധി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകൾ, ഏതൊക്കെ ഏരിയസ് കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം ഇല്ലെങ്കിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്? ഒപ്പം തന്നെ ഇതിലൊരു അന്താരാഷ്ട്ര നിലവാരത്തെ കുറിച്ച് നേരത്തെയൊക്കെ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. കാരണം 1000-ലധികം അവേഴ്സ് വേണം എന്നുള്ള രീതിയിൽ. അപ്പം അതിലേക്ക് ഉയരാൻ ഈ ഒരു സമയക്രമത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിലേക്ക് എത്താനുള്ള സാധ്യതയാണോ റിപ്പോർട്ട് പറയുന്നത്? ഈ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 6 ജില്ലകളിലാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ് ഇത്തരത്തിൽ ഒരു സർവേക്ക് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരം, ഒരു അക്കാഡമിക് ടൈമുണ്ട്. അത് 1100 മുതൽ 1450 മണിക്കൂർ വരെയാണ് ഉള്ളത്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത്, വിദ്യാർത്ഥികൾ ലഭിക്കുന്നത് പരമാവധി 975 മണിക്കൂറാണെന്നുള്ളതാണ്. അപ്പോൾ ടൈം എക്സ്റ്റൻഷൻ വരുമ്പോൾ സ്വാഭാവികമായി പറയുന്നത് പോലെ ആ ഒരു നിലവാരത്തിലേക്ക് വരാൻ വേണ്ടി സഹായകരമാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി പറയുന്നത് പോലെ ഈ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ പഠനം വളർത്താൻ അല്ലെങ്കിൽ ആ നിലവാരം കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. യെസ്, ഇനിയിപ്പോൾ ഈ ചർച്ചകൾ എപ്പോഴായിരിക്കും എന്നുള്ള സൂചനയുണ്ടോ? ചർച്ചകൾ ഈ അടുത്ത ദിവസം തന്നെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് അത് തീരുമാനിച്ചിരുന്നത്. പക്ഷേ VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് അത് മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത്. നാളെയാണ് ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയതായി ഇങ്ങനെ അത്തരത്തിലുള്ളൊരു ടൈം ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തായിട്ടുള്ള ഒരു വിവരമാണ് വരികയും ചെയ്യുന്നത്. എന്തായാലും ചർച്ചകളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരം വിവാദങ്ങളിലേക്ക് പോകുന്നതിനോട് സർക്കാരിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. ചർച്ച ചെയ്യാം, അതിലൂടെ ഒരു സമന്വയത്തിലോട്ട് എത്താം, ഒരു വിവാദങ്ങളൊക്കെ ഒഴിവാക്കി സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകാമെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. എന്തായാലും പക്ഷേ അത്തരം ചർച്ചകൾ വരുമ്പോഴും ഈ സമയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സംസ്ഥയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ രാവിലത്തെ 15 മിനിറ്റ് എന്നുള്ളത് അത് മാറ്റി കൃത്യമായ സമയത്ത് രാവിലത്തെ തുടങ്ങി വൈകിട്ടത്തേക്ക് മാറ്റവും പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. അത് ഒരു തരത്തിൽ സർക്കാരിന് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ UP തലത്തിലും LP തലത്തിലുമുള്ള UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലുമുള്ള 2 കുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് വരുമ്പോൾ 2 സമയങ്ങളിൽ വരേണ്ട ഒരു ആവശ്യം ഇതുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഒരു സമയം ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു സമയത്ത് തന്നെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ വൈകുന്നേരം മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അതിലെന്ത് നിലപാട് സർക്കാർ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും ചർച്ച. വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം നമുക്കറിയാം, തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ല എന്നുള്ള നിലപാടാണ് കോടതി നിർദ്ദേശം വരെ മുൻനിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പലതവണ ആ രീതിയിലാണ് സംസ്ഥയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം എന്നുള്ള തരത്തിലാണ്. പക്ഷേ അവിടെ
മറ്റൊരു സാധ്യത സംസ്ഥയെ സംബന്ധിച്ചുള്ളത് കോടതി വഴി ഒരു ഇടപെടൽ കൂടി നടത്തുക, ഇല്ലെങ്കിൽ കോടതിക്ക് ഇനി അതിലൊരു മാറ്റം വരുത്താൻ ഒരു അനുമതി ലഭിക്കണം, ഇല്ലെങ്കിൽ ഇത് പുനഃപരിശോധിക്കണം എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. ആ രീതിയിൽ നീങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അത്തരമൊരു സാധ്യതകളിലേക്ക് ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സംഭവം ഉണ്ടായി ഇത്രയും കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിധി വന്നതിന് ശേഷം ഇത്രയും ദിവസങ്ങളായി അങ്ങനെ ഒരു നിവരമായി കോടതിയെ സമീപിക്കുന്ന സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു അനുകൂലമായ നിലപാട് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സർക്കാരുമായി ചർച്ച ചെയ്ത് അത്തരത്തിലൊരു നടപടികളിലേക്ക് പോകാമെന്നുള്ള തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സർക്കാരും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സമയക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തി അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടികൾ ഉണ്ടാവും. പ്രധാനമായും മതപഠനത്തെയാണ് അത് കാര്യമായി ബാധിക്കുമെന്നാണ് സമസ്ത പറയുകയും ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പഠന കാര്യങ്ങളിലൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ അങ്ങനെ വലിയ കടുംപിടുത്തം പിടിക്കേണ്ട നിലപാടാണ് സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ മതപഠനത്തെ കൂടി കാര്യമായ രീതിയിൽ ബാധിക്കാത്ത തരത്തിലുള്ള സമയക്രമീകരണങ്ങൾക്ക് ഒരുപക്ഷെ സർക്കാർ തയ്യാറായേക്കാം. പക്ഷെ അത് എത്രത്തോളം ഇതുണ്ടാകുമെന്നുള്ള നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അതിൽ അരമണിക്കൂർ എന്ന നിലപാടിൽ സർക്കാരിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. അത് കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്.